നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ സുരേഷിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ CPM നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. CPM മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാറാണ് വൈഷ്ണയ്ക്കെതിരെ പരാതി നൽകിയിരുന്നത്. എന്നാൽ പരാതി നൽകിയ ധനേഷിന്റെ പേരിൽ ക്രമക്കേടുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ധനേഷ് കുമാറിന്റെ വീട്ടു നമ്പറിൽ താമസിക്കുന്നത് 22 പേരെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. രേഖകൾ സഹിതമാണ് കോൺഗ്രസ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. TC 18/2464 എന്ന വീട്ടു നമ്പറാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ പ്രസിദ്ധീകരിച്ച സപ്ലിമെന്ററി പട്ടികയിൽ ധനേഷിന്റെ പേരിനൊപ്പമുള്ളത്. ഇതേ വീട്ടു നമ്പറിൽ 21 പേർ വേറെയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത്. സപ്ലിമെന്ററി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പല വാർഡുകളിലും സമാന രീതിയിൽ ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു. ചില വാർഡുകളിൽ വോട്ടർമാരെ കൂട്ടമായി ചേർത്തെന്നും ചിലരെ കൂട്ടമായി ഒഴിവാക്കിയെന്നും ആരോപണമുണ്ട്. തോപ്പിൽ വീട്, മാറക്കൽ തോപ്പിൽ വീട്, ശക്തിഭവൻ, അനുപമ മാറക്കൽ തോപ്പ്, ശേഖരമംഗലം, RC നിവാസ്, അക്ഷയ, ഭാർഗവ പ്രസാദം തുടങ്ങിയ വീട്ടുപേരുകളാണ് 18/2464 എന്ന വീട്ടു നമ്പറിനൊപ്പം ചേർത്തിരിക്കുന്നത്. ഒരു വീടിന് ഒരു നമ്പർ എന്ന ക്രമത്തിലാണ് കോർപ്പറേഷൻ റവന്യൂ വിഭാഗം നമ്പർ അനുവദിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ളിടത്ത് ഇത്തരത്തിൽ ഒരു നമ്പറിൽ 22 പേരുകളിൽ വീടുകൾ ഉണ്ടായതാണ് ക്രമക്കേട് ആരോപണം ഉയരാൻ കാരണം. അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ അവസാന അവസരത്തിന്റെ മറവിൽ പല വാർഡുകളിലും വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്തെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വൈഷ്ണവ് നൽകിയ വിലാസം ശരിയല്ലെന്നും പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കാണിച്ച് ധനേഷ് നൽകിയ പരാതി ശരിവെച്ച് കഴിഞ്ഞ ദിവസം വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ താൻ വോട്ടൊന്നും അധികമായി ചേർത്തിട്ടില്ലെന്നും സംഭവിച്ചത് സാങ്കേതിക തകരാറാകുമെന്നുമാണ് ധനേഷിന്റെ വിശദീകരണം. മുട്ടട വാർഡ് രൂപീകരിച്ച സമയത്താണ് 18/2464 എന്ന TC നമ്പർ ലഭിക്കുന്നത്. അതിനു മുൻപ് 3/2464 ആയിരുന്നു. ഈ TC നമ്പറിലാണ് നികുതി അടച്ചു വരുന്നത്. 18/2464 നമ്പറിലുള്ള മറ്റു വീടുകൾ സമീപത്തുള്ളതാണ്. അവരുടെ വീട്ടുപേര് കൃത്യമായി ലിസ്റ്റിൽ കാണാം. കോൺഗ്രസ്സുകാർ പരാതി കൊടുക്കുന്നതിൽ പ്രശ്നമില്ല. അവർ എപ്പോൾ വേണമെങ്കിലും പരാതി നൽകട്ടെ. എൻ്റെ വീട്ടിൽ എനിക്കും ഭാര്യയ്ക്കും മാത്രമേ വോട്ടുള്ളൂ എന്നുമാണ് ധനേഷിൻ്റെ പ്രതികരണം. പരാതിക്കാരനായ ധനേഷ് കുമാറിന്റെ വിലാസത്തിൽ 20 പേരുടെ വോട്ട് ചേർത്തിട്ടുണ്ടെന്ന് DCC ഭാരവാഹി മുട്ടട അജിത് ഇന്നലെ തന്നെ ആരോപിച്ചിരുന്നു. മുട്ടട വാർഡിലെ 5-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചേർത്തത്. 2 മുറി വീട്ടിൽ എങ്ങനെയാണ് 20 പേർ താമസിക്കുകയെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അജിത് പറഞ്ഞിരുന്നു. അതേസമയം വൈഷ്ണവ് സുരേഷിന്റെ പേര് വെട്ടിയതിന് പിന്നിൽ CPMന്റെ കളികളെന്നാണ് ആരോപണം. വീട്ടു നമ്പർ മാറി രേഖപ്പെടുത്തിയതിനാൽ യഥാർത്ഥ നമ്പർ 18/2365 ആണെന്നുള്ള സത്യവാങ്മൂലം കോർപ്പറേഷനിലെ തിരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥർ കൈപ്പറ്റാതിരുന്നതും ദുരൂഹമാണ്. ഇതോടെ സ്പീഡ് പോസ്റ്റ് വഴി അപേക്ഷ സെല്ലിലേക്ക് അയക്കുകയായിരുന്നുവെന്നും വൈഷ്ണവ് പരാതി ഉന്നയിച്ചു. നിലവിൽ കേശവദാസുപുരം കൗൺസിലറായ അംശു വാമദേവനാണ് മുട്ടടയിലെ LDF സ്ഥാനാർത്ഥി. BDJ സ്ഥാനാർത്ഥിയാണ് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത്. വൈഷ്ണയുടെ പേര് പട്ടികയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് സംശയിക്കണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വാർഡിൽ സജീവമായിരുന്ന വൈഷ്ണ മത്സരിക്കാൻ വേണ്ടി ടെക്നോ പാർക്കിലെ ജോലി ഉൾപ്പെടെ രാജിവെച്ചിരുന്നു. ഇപ്പോഴുണ്ടായ സംഭവങ്ങൾ മാനസികമായി തന്നെ തളർത്തിയെന്നും പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോഴുണ്ടായ ഈ വിഷയം വ്യക്തിപരമായി തന്നെ ബാധിച്ചെന്നും വൈഷ്ണ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അഡ്രസ്സിൽ തന്നെയാണ് താൻ വോട്ട് ചെയ്തത്. അതുതന്നെയാണ് വോട്ടർ പട്ടികയിലുള്ളത്. പെട്ടെന്ന് കള്ളവോട്ട് ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ അത് അപ്പുറത്തുള്ള ആളെ എത്രമാത്രം ബാധിക്കുമെന്ന് പറയുന്ന ആളുകൾ ചിന്തിച്ചാൽ നല്ലതായിരിക്കുമെന്നും വൈഷ്ണ പ്രതികരിച്ചിരുന്നു. പാർട്ടി തീരുമാനിക്കുന്നത് പോലെ മുന്നോട്ട് നീങ്ങുമെന്നും തൻ്റെ രേഖകളെല്ലാം കൃത്യമാണെന്നും വൈഷ്ണ വ്യക്തമാക്കിയിരുന്നു.